അതിന് മുമ്പാണ് വിദർഭയോടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തവണയാണ് സമനിലയിലെ വിദർഭ കപ്പടിച്ചത്. പക്ഷേ ഇത്തവണ എനിക്ക് തോന്നുന്നത് ഓൾറൗണ്ട് ചില ആളുകൾ പരിക്കുണ്ടായിരുന്നു. അവരച്ഛൻ്റെ പരിക്ക് വിഷയങ്ങൾ. അപ്പം അതും കൂടി നികത്തിയിരുന്നെങ്കിൽ ഒരു കപ്പ് നേടാമെന്നത് അല്ല, നമ്മളിപ്പം നമുക്ക് നമ്മുടെ മെയിൻ 2 പ്ലേയേഴ്സ് ആണ് മിസ് ഔട്ട് ആയത്. ബാബ പ്രജിത്ത്, നമുക്ക് സഞ്ജു ഇഞ്ചേർഡായി. അപ്പോൾ ആ 2 പ്ലേയേഴ്സ് ഇല്ലാതെയാണ് നമ്മൾ ഇത്രയും ഒരു പൊസിഷനിലെത്തിയത്. അപ്പോൾ ശരിക്കും നമ്മളത് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ബാബ അപരിജിത്തിന്റെ ഒരു എക്സ്പീരിയൻസ്, കാരണം അത്രയും രഞ്ജി ട്രോഫി മത്സരം കളിച്ച് തമിഴ്നാട് കളിച്ചൊരു പ്ലെയറാണ്. പ്ലസ് ഈസൺ ഒരു ഓൾറൗണ്ടർ കൂടെയാണ്. അപ്പം ബാറ്റിങ്ങിലും ബോളിങ്ങിലും അദ്ദേഹത്തിന്റെ നമ്മൾ ഫസ്റ്റ് മാച്ച് തന്നെ കണ്ടതാണ് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്. നമ്മൾ ആ ഒരു മധ്യപ്രദേശ് മാച്ച് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ കാല് വയ്യാണ്ട് പോലും നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് നമുക്ക് അവിടെ നിന്ന് ആ ഒരു 3 പോയിന്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്ലെയർ ശരിക്കും നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്നും എല്ലാം ഒരു നമ്മളൊരു ബാഡ് ലക്ക് എന്ന് അവിടെയും പറയാൻ പറ്റില്ല. പ്ലസ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇമ്രാനും നമ്മുടെ വരുൺ നായറിനൊക്കെ നമുക്കിപ്പം ലോകം ഫുള്ള് കാണാൻ സാധിച്ചത്. ഇല്ലെങ്കിൽ ഇപ്പം ബാബ അപരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇമ്രാൻ ഇപ്പോൾ ഒരു മാച്ചിൽ കളിക്കും ഉണ്ടാവത്തുണ്ടാവില്ല. അപ്പം അതെല്ലാം നല്ലതിന്, കാരണം ഞാനെല്ലാം ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. എവറിത്തിങ് ഹാപ്പൻ ഫോർ എ റീസൺ, എവറിത്തിങ് ഈസ് ഹാപ്പനിങ് ഫോർ എ റീസൺ എന്നുള്ളൊരു കാര്യം. സോ യെസ്, മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കതിന് കൗണ്ടർ ചെയ്യാനുള്ള താരങ്ങൾ നമ്മുടെ ടീമിലുണ്ട്.